It's not a conscious plan, man. ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പേ പറഞ്ഞു നീ ഒരുപാട് വളവളവളാന്ന് പോയി അവിടെ പോയി മിണ്ടാൻ നിൽക്കണ്ട, കുറച്ച് മയത്തിലൊക്കെ സംസാരിച്ചാൽ മതി. അതാ ഞങ്ങൾ ഇത്ര നിങ്ങളതാണ് ഇത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നത്. നസ്രീനെ എന്താ വിളിക്കാറ്? ആണോ? ബേസിലേറ്റിന് എന്താ വിളിക്കാറ്? തളർത്തി കേട്ടോ, തളർത്തി. യങ് ആണല്ലോ പുള്ളി, യങ് ആണ്. രണ്ടുപേരും ഒരേ ഏജ് ആണെന്നൊക്കെ. അടിപൊളിയാണോ? നിങ്ങൾ എന്താ എല്ലാവരും പോകുന്നൊക്കെ കേട്ടായിരുന്നല്ലോ, ഒരു അനക്കമില്ലല്ലോ ഇപ്പൊ. അടിപൊളിയാണോ? നസ്രീനെയും ബേസിലിനെയും കാണാൻ വേണ്ടി റെഡി ആയിട്ടുള്ളവരൊന്ന് കൈ അടിച്ചു. എത്ര പേരുണ്ടെന്ന് എനിക്ക് ഒന്ന് കൈ അടിക്കുന്നതിനേക്കാൾ എളുപ്പം നിങ്ങൾക്ക് പോവാനായിരിക്കുന്നു. ഒന്ന് പോവോ? താങ്ക് യു. നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം നസ്രിയ ആൻഡ് ബേസിൽ, പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ സൂക്ഷ്മദർശിനിയിലുള്ള എല്ലാവരും നമ്മളോടൊപ്പം ആ സ്റ്റേജിലേക്ക് നമ്മൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ജോയിൻ ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നല്ല കിടന്ന കൈയടി കൊടുക്കോ? റെഡി? സോ യെസ്, നമ്മൾ കാത്തിരുന്ന രണ്ടുപേരും അതോടൊപ്പം എൻ്റെ ടീമുമായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ്. സോ സൂക്ഷ്മദർശിനിയായിട്ട് ആരൊക്കെയാ വരുന്നത് നമുക്കറിയാം, പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഫൈനലി ആരാണ് ഫസ്റ്റ് സ്റ്റേജിൽ ജോയിൻ ചെയ്യണം നോക്കാം. ആരായിരിക്കും? നസ്രിയാണോ? യെസ്, നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ സ്വന്തം ബേസിൽ നസ്രിയ. ഹലോ ഹലോ, ഹായ് ഹായ് ഹായ്, എല്ലാവരും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ്. ഹായ്, ഹലോ ഹലോ, ഹായ് സർ. അപ്പൊ ഇതാ നമ്മളോടൊപ്പം എൻറ്റയർ ടീം ആ സ്റ്റേജിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ ഒരു കിടിലൻ കൈഡി കൊടുക്കാം. അപ്പൊ നമ്മുടെ സ്റ്റേജ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. സൂക്ഷ്മദർശിനി കണ്ട നല്ല കിടിലനായിട്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ റെഡി? നമുക്ക് തുടങ്ങാം. യെസ്. അപ്പൊ ആദ്യമേ സൂക്ഷ്മദർശിനി കണ്ടതിന് ശേഷം ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തു. അതിനൊരു ബിഗ് താങ്ക്സ് പറയാണ്. ആൻഡ് സിനിമ സൂപ്പർബ് ആയിരുന്നു. അതിനും വേണം നല്ലൊരു കൈയ്യടി കേട്ടോ. ഒരു കിട്ടുന്ന കൈയ്യടി കൊടുക്കാം നമുക്ക്. അപ്പൊ ഓരോരുത്തരായിട്ട് വിശേഷങ്ങൾ പറയാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് വിളിക്കാൻ പോവാണ്. ബിഫോർ ദാറ്റ്, ഇവിടെ നിങ്ങൾ രണ്ടുപേരെടുത്തുമാണ് ഞങ്ങൾക്ക് ആദ്യം ചോദിക്കാനുള്ളത്. ഇതെങ്ങനെ സാധിക്കുന്നു? നിങ്ങൾ തമ്മിൽ വഴക്കാണോ സ്നേഹത്തിലാണോ എന്ന് കൺഫ്യൂസ്ഡ് ആയി പോവാണ്. ഇന്റർവ്യൂസ് കാണുന്നതിൽ നിന്ന് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആയിരുന്നു. ഇപ്പം ഇരിക്കുന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു, പക്ഷെ അതിൽ നിന്ന് നേരെ എക്സ്ട്രീംലി നല്ല ഫ്രണ്ട്സ് ആണെന്ന് തോന്നി. പക്ഷെ സിനിമ വന്നപ്പോൾ ഇന്റർവ്യൂ വെച്ച് ഞങ്ങളെ പറ്റിച്ചതാണോ എന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ കംപ്ലീറ്റ്ലി ഈ രണ്ട് കോംബോയുടെ ഒരു ത്രില്ലിങ് കോമഡിയൊക്കെ പ്രതീക്ഷിച്ചു പോയിട്ട് എൻറ്റയർലി ഡിഫറെന്റ് മൂവിയാണ് നമ്മൾ കണ്ടതല്ലേ? യെസ്. അപ്പോൾ ബേസിലേട്ടാ, എന്താണ് ആദ്യം ഞങ്ങളടുത്ത് പറയാനുള്ളത്? മുൻകൂട്ട് വരും. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട്. സിനിമ കണ്ടിട്ട് എല്ലാവരും നല്ല റെസ്പോൺസാണ്. എല്ലാവരും നിങ്ങളെല്ലാവരും സിനിമ കണ്ടോ? അതിന് ഇത്തിരി സൗണ്ട് കുറവുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം. ഞങ്ങളെല്ലാവരും ഹായ് ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്തായാലും പോയി കാണാൻ. നിങ്ങളാരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കില്ല. ഉറപ്പായിട്ടും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ പറയുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലേക്ക്. എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്ററിലുണ്ടായിരുന്നത്. ഇപ്പോൾ നസ്രിയ ഓഫ് കോഴ്സ് നമ്മുടെ നായിക, പിന്നെ അസ്മയായിട്ട് അഭിനയിച്ച പൂജയുണ്ട്, സുനുവായിട്ട് അഭിനയിച്ച നമ്മുടെ സോറി അഖിലുണ്ട്, മെറിനുണ്ട്, സ്റ്റെഫിയായിട്ട് അഭിനയിച്ച മെറിനുണ്ട്. ഞാൻ വന്നപ്പോൾ അവിടെ കണ്ടില്ലായിരുന്നല്ലേ, പെട്ടെന്ന് ഇവിടെ നിന്ന്. പിന്നെ ഡയാനയുണ്ട്, നസ്രിയയുടെ മോളായിട്ട് അഭിനയിച്ച നമ്മുടെ മാളൂട്ടിയുണ്ട്, സിദ്ധു ചേട്ടനുണ്ട്, പിന്നെ പ്രൊഡ്യൂസർ അനൂപ് സാറുണ്ട്, കോ പ്രൊഡ്യൂസർ AV അനൂപ് സാറുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും
സിനിമാറ്റോഗ്രാഫേഴ്സ്, മ്യൂസിക് എല്ലാവരും അതിൻ്റേതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു വലിയ ടീം വർക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു. സിനിമയുടെ പ്രൊമോഷൻസ് മുതലേ ഇതിൻ്റെ ഇൻ്റർവ്യൂസിന് മുതലേ നിങ്ങളുടെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബേസിലിട്ട് എത്ര സീരിയസ് ആയ? ഭയങ്കര സീരിയസ് ആണല്ലോ. ഇല്ലേ ഇല്ലേ, കുറച്ച് സീരിയസ്നെസ് കൂടിയില്ലേ? കുറച്ച് ഒരിത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതാ മുൻപോട്ട് നസ്രിയനും കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. ഈ രണ്ട് കോംബോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവ്യൂസിൽ വന്ന് ഞങ്ങളെ പറ്റിച്ചതാണ്. ഞങ്ങൾ വിചാരിച്ചു ഫുൾ കോമഡി ആയിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും സിനിമയിൽ നിന്ന്. പക്ഷേ ഞങ്ങൾ കണ്ടത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഫസ്റ്റ് നമ്മൾ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? നമ്മൾ തമ്മിൽ ശരിക്കും സ്നേഹമൊക്കെ തന്നെയാണ്. ശരിക്കും സ്നേഹമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഹലോ ഹലോ ഹായ്. വളരെയധികം സന്തോഷം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവസാനമായിട്ട് ഇവിടെ വരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു പടത്തിൻ്റെ ലോഞ്ചിനായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കണ്ട പോലത്തെ ഒരു ഫീൽ. പക്ഷെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ ഇറ്റ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കാണാത്തവരെല്ലാവരും പോയി കാണാം. ഈ പറഞ്ഞ പോലെ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ യു. താങ്ക് യു നന്ദി മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ, ശരിക്കും വല്ല ഇടിയും കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നോ? സിനിമ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു ഒന്ന് പിടിച്ചിടിക്കാൻ. അങ്ങോട്ടാ അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പേ പറഞ്ഞു, നീ ഒരുപാട് വളവളവളാന്ന് പോയി അവിടെ പോയി മിണ്ടാൻ നിൽക്കണ്ട, കുറച്ച് മയത്തിലൊക്കെ സംസാരിച്ചാൽ മതി. അതാ ഞങ്ങൾ ഇത്ര നിങ്ങളതാണ് ഇത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നത്. അതെ. പക്ഷെ ഞങ്ങൾ ഇന്റർവ്യൂവിൽ കണ്ട രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായി ഇല്ലേ? നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചു എന്നൊക്കെ. ബട്ട് താങ്ക് യു. ഇഷ്ടപ്പെടുന്നില്ല? പിന്നെ സൂപ്പർ. ദൈവമൻ എന്നോട് കൊടുക്കൂട്ടോ, വേണ്ട. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, നസ്രി ചെയ്ത ക്യാരക്ടേഴ്സിൽ എനിക്ക് തോന്നുന്നു ഒരു അമ്മ റൂളൊക്കെ നമ്മൾ ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് കണ്ടിരുന്ന ആളത്തെ മാലൂട്ടിക്ക് വന്നേ. ഹായ്, ഒരു ഹായ്. നല്ല സ്റ്റൈൽ മോളല്ലേ? അമ്മയെ പോലെ സ്റ്റൈലിഷ് മോളായിരുന്നു മാലൂട്ടിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ചിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് മാറിയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂളിലൊന്നും പോണ്ടല്ലോ, കട്ട് ചെയ്യാനൊന്നും. അതല്ല, എനിക്ക് ആ ഷൂട്ടിംഗ് സെറ്റിലുള്ളപ്പോൾ എല്ലാവരും ഉള്ളതും കൊണ്ട് കുറേ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് എല്ലാ ടൈമും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടൈമായിരുന്നു. അപ്പോൾ അവിടുന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അത്രേ ഉള്ളൂ. ഇഷ്ടമായപ്പോ നസ്രീനെ എന്താ വിളിക്കാറ്? നെച്ചു. ആണോ? ബേസിലേറ്റിന് എന്താ വിളിക്കാറ്? ഞാൻ ബേസിൽ തന്നെ വിളിക്കാറ്. തളർത്തി കേട്ടോ, തളർത്തി. യങ് ആണല്ലോ പുള്ളി, യങ് ആണ്. രണ്ടുപേരും ഒരേ ഏജ് ആണെന്നൊക്കെ, സെയിം ഏജ് ആണ്. ഓക്കെ, അപ്പോ ഞങ്ങളൊരു പാട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് മുൻപ് നമുക്ക് ബാക്കിയുള്ള എല്ലാവരുടെ അടുത്ത് സംസാരിക്കാം. റെഡി? ഓക്കെ. ആൻഡ് സിദ്ധു ചേട്ടന് നമ്മൾ ഇതുവരെ കണ്ടതിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഞങ്ങളിങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ ചിരിപ്പടക്കമായിട്ടാണ്. സിദ്ധു ചേട്ടാ ഹാപ്പി അല്ലേ? വെരി മച്ച്. ഞങ്ങൾക്ക് കേൾക്കേണ്ടത് ഡയലോഗാണ്. അത് ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞില്ല. വേണോ? അതാ ഇവിടുത്തെ ഓഡിയൻസ് നിന്ന് വന്നു. എന്നാലും ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇറ്റ്സ് നോട്ട് എ കോൺഷ്യസ് പ്ലാൻ. സോ അതന്നെ ഞങ്ങളുടെ പ്ലാൻ വർക്കായി. ആ പ്ലാൻ വർക്കായി. സത്യത്തിൽ പ്ലാൻ വർക്കായി. പടം നല്ല. എൻ്റെ കുഴപ്പമില്ല, ഇവിടുത്തെ പ്ലംബിങ് ശരിയല്ലാത്ത എൻ്റെ കുഴപ്പമില്ല. അതെ. അതെ, അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് തന്നെയാണ് ബേസിൽ പറഞ്ഞ പോലെ നല്ല അടിപൊളി ഒരു സ്ക്രിപ്റ്റിങ്ങും മിസ്റ്ററി ആയിട്ടുള്ളൊരു ത്രില്ലർ പടമാണ്. ഇതേ നോക്കി പോരെ, കിട്ടിയോ? ഷോ അത് അപ്പളെ വിളിച്ചാൽ മതിയായിരുന്നു. അല്ല, അപ്പം വിളിച്ചില്ലല്ലോ. എനിവേസ്, എല്ലാം കാണാത്തവരുണ്ടെങ്കിൽ പടം കാണും, എല്ലാവരും എൻജോയ് ചെയ്യും. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇനി ഇതാ ഇവിടെ നമ്മുടെ പൂജ ഇങ്ങനെ നിൽക്കുന്നത്. ഒരുമിച്ച് വിളിക്കാൻ പറഞ്ഞു. ഡുവറ്റാണ് അത്. ഒരു മൈക്കൂടെ തരുമോ?
അഖിലും പൂജയും കൂടെ രണ്ടുപേരും കൂടെ, ഒന്ന് സ്പൈ ആണെങ്കിൽ ഒന്ന് നല്ല അടിപൊളിയായിട്ട് കോമഡി. ഇത്ര പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു കോമഡിയും കൂടെ പ്രതീക്ഷിച്ചിട്ടില്ല ആളുടെ കയ്യിൽ നിന്ന്. ബട്ട് സൂപ്പർബായിരുന്നു. എന്താണ് ഞങ്ങളെടുത്ത് യെസ് പറയും, രണ്ടുപേരുടെയും കോംബോ അടിപൊളിയായിരുന്നു. എന്താ പറയാനല്ലോ, ഒന്നും മിണ്ടുന്നില്ലല്ലോ. വളരെ അധികം ബെല്ലടിച്ചു സ്കൂളിൽ കിട്ടുന്നു, അങ്ങനെ ആരും പോകരുത്. അല്ല, ഭയങ്കര സന്തോഷം ഇത്രയും സ്വീകാര്യത നമ്മുടെ സിനിമയ്ക്ക് കിട്ടിയതിൽ. പിന്നെ സുലു എങ്ങനെ ഉണ്ടായിരുന്നു? സുലു ഭയങ്കര രസമായിരുന്നു ചെയ്യാനൊക്കെ, പ്രത്യേകിച്ച് ബേസിലേട്ടൻ്റെയും നച്ചുവിൻ്റെയും കൂടെ. പിന്നെ ഞങ്ങള് മൂന്നുപേരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ സിദ്ധാർത്ഥായിട്ട് ഇപ്പൊ നമുക്ക് വരുന്ന മെസ്സേജസിലായാലും നമ്മുടെ മൂന്നുപേരുടെയും ആ സീനിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇന്നിവിടെ നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. എല്ലാവരും കാണാത്തവർ പോയി കാണുക, നമ്മുടെ സിനിമ സപ്പോർട്ട് ചെയ്യുക, അതിനെക്കുറിച്ച് മെസ്സേജസ് അയയ്ക്കുക. ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കും. താങ്ക് യു സോ മച്ച്. അനൂപ് സാറിനെ സ്പെഷ്യലി ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. സോ ആസ് എ പ്രൊഡ്യൂസർ പ്ലസ് അതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. 33 പടത്തിലധികം സിനിമകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ആൻഡ് വെരി സ്പെഷ്യൽ സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൂക്ഷ്മദർശിനി. സോ ഓഡിയൻസിൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? എന്തു പറയാനാ, അവരോട് നന്ദി എന്നുള്ള ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലുള്ള നന്ദിയാണ് ഇവിടെ പറയുന്നത്. ഞാൻ 26ാമത്തെ സിനിമയാണ് ചെയ്യുന്നത്. 26ാമത്തെ സിനിമയാണ് ഇത്. എല്ലാവരും ഏറ്റെടുത്തതിനുള്ള നന്ദി. അതുപോലെ തന്നെ എത്ര പേര് മനസ്സിലാക്കി കാണുമെന്ന് അറിയില്ല ഞാനൊരു ക്യാരക്ടർ ചെയ്തു എന്നുള്ളത്. നസ്രിയെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാനാണ്. പക്ഷേ ഞാനതിൽ അഭിനയിക്കല്ല, കാരണം മേളം എന്ന കമ്പനി എന്റേതാണ്. മേളത്തിന്റെ MD ആയിട്ട് തന്നെയാണ് ഞാൻ. അപ്പോ അഭിനയിക്കായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു, സിനിമയിൽ ജീവിക്കുകയായിരുന്നു. പക്ഷെ പുതിയ ഏതൊക്കെയോ സിനിമ വരണ്ടെന്ന് ഞങ്ങൾ കേട്ടല്ലോ. അഭിനയിച്ചോ? അഭിനയിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വേട്ടയാലിലെ രജനി സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇത്രയും ഗംഭീരമായിട്ടുള്ള സിനിമകൾ കഴിഞ്ഞിട്ട് വീണ്ടും മലയാളത്തിൽ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് വരണ്ടെന്നൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് ഒരുപാട് നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനും ആക്ട് ചെയ്യുന്നതിനും ഒക്കെ. താങ്ക് യു സോ മച്ച്. Thank you for all of you. Excellent work. Thank you. And അപർണ, നമ്മുടെ ഡയാന, യെസ്, ജനനി, റൈറ്റ്? യാ. അപ്പോൾ നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറായിരുന്നു. നമുക്ക് ഭയങ്കര സ്നേഹം തോന്നിയ, ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ എന്താണ് മൂവിയുടെ വിശേഷങ്ങളിൽ ഏറ്റവും സ്പെഷ്യലി എന്ന് നമ്മളുടെ ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്? സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് വിത്ത് ദീസ് പീപ്പിൾ ഇറ്റ്സെൽഫ് വാസ് സ്പെഷ്യൽ. ബേസിലായിരുന്നാണെങ്കിലും നസ്രിയാണെങ്കിലും ഫുൾ ക്രൂ വാസ് സ്പെഷ്യൽ. അപ്പം പിന്നെ ഹാപ്പി അവേഴ്സിൻ്റെ കൂടെയാണ് സമീർ. ലൈക്ക് ദി എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ വാസ് സ്പെഷ്യൽ. ആൻഡ് ഡയാന എന്ന് പറയുന്ന ക്യാരക്ടർ ഇറ്റ്സെൽഫ് ഇസ് ലൈക്ക് വെരി സ്പെഷ്യൽ ആൻഡ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. താങ്ക് യു ഫോർ ഓൾ ദ ലവ്. ഞാൻ ഓരോ തിയേറ്റർ റെസ്പോൺസ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴും ഒരുപാട് അമ്മമാരൊക്കെ വന്ന് എൻ്റെ കൈയൊക്കെ പിടിച്ച് എന്നെ ഒരുപാട് ലൈക്ക് കെട്ടിപ്പിടിച്ച് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഡയന ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്, വെരി സ്പെഷ്യൽ ഫോർ മീ. സോ താങ്ക് യു ഇവിടെ എല്ലാവരോടും, പ്ലസ് കാസ്റ്റ്, ക്രൂ ആൻഡ് ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആൻഡ് സത്യത്തിൽ ബേസിലേറ്റിനെ ഞാൻ വീണ്ടും മുമ്പോട്ട് വിളിക്കുകയാണ്. ആരാ ശരിക്കും പേരെന്ന് ചോദിച്ചാൽ ഞങ്ങൾ വിചാരിച്ചു നസ്രിയയുടെ പേരായിട്ടാണ് വരാൻ പോണത്. പക്ഷെ ശരിക്കും അതിനുള്ള ഭാഗ്യമില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇത് വല്ലതും. അപ്പോൾ ശരിക്കും അത് മെറിനായിരുന്നു. മെറിനെ നമുക്ക് മുൻപോട്ട് വിളിക്കാം. വരൂ. അതെ, ശരിക്കുമുള്ള പേരെന്ന് നായിക. ബേസിലേറ്റിന്റെ നായികനെ കണ്ട സ്ഥിതിക്ക് നമ്മൾ നല്ലൊരു കൈഡി കൊടുക്കണ്ടേ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ മെറിൻ ഫിലിപ്പ്. സൂക്ഷ്മദർശിനി എനിക്കിപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെബ്യൂവിന് ശേഷം ഞാൻ ലൂലുവിൽ ഇതുപോലൊരു പ്രൊമോഷൻസിന് വേണ്ടി ആഫ്റ്റർ ഇയേഴ്സ് ഐ എം കമ്മിങ് ഹിയർ. അത് ഐ ഫീൽ വെരി പ്രൗഡ്. ആൻഡ് ഇവരോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഭാഗ്യമാണല്ലേ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
എല്ലാവരും ഇങ്ങനെ ഒത്തിരി സംസാരിക്കില്ല, ബ്ലാ 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 പറയണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നുകൊണ്ട് ആരും മിണ്ടാണ്ടിരിക്കണേ. അതുകൊണ്ട് നമുക്ക് ഇതിനൊരു പാട്ട് വേണം. മാളൂട്ടിയാണ് ഇവിടെ പാടാൻ പോണേ. ഓക്കെ, മാളൂട്ടിക്ക് നല്ലൊരു കൈയടി എടുത്തേ. മാളൂട്ടി പാടുന്നതിന് മുൻപ് സിദ്ധു അങ്കിളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കണ്ടല്ലോ, എന്തായിരുന്നു അത്? കളിക്കുന്നേ ഏത് ലെവലിലെത്തി? ലെവൽ 7. മോളെ എത്ര ലെവലെത്തിയായിരുന്നു? ഞാന് 77. അടിപൊളി. അപ്പൊ നമുക്ക് മാളൂട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? ആങ്കറിങ് ചെയ്യാനാണെന്ന് പറഞ്ഞു അല്ലേ? മാളൂട്ടിക്ക് ആങ്കറിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. മാളൂട്ടി ആങ്കറിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിന് മുൻപ് നമുക്ക് ഒരു പാട്ട് പാടാം. മാളൂട്ടി റെഡി? ആരെങ്കിലും കൂടെ പാടണം? മാളൂട്ടിക്ക് കൂടെ ആരെങ്കിലും പാടണോ? ബേസിൽ നന്നായിട്ട് പാടുന്നു. സോറി, ബേസിൽ നന്നായിട്ട് പാടുന്നു. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ എന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വെച്ച് രക്ഷകളിൽ സംഹാരകനെ അണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്ന കുമ്പിട്ടുന്നില്ല ഇരുളിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും சொல்ல ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം നടുക്ക് വച്ച സ്വർഗം പോലും അണ്ണനോട് ഇല്ലുമിനാത്തി അണ്ണൻ തലനാടൻ കൊലമെല്ലുമിനാത്തി. അപ്പോ നമ്മുടെ മീഡിയ പീപ്പിൾ എന്തൊക്കെയോ ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? MC എന്താ വരാഞ്ഞ്? MC ആർക്കെങ്കിലും ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും. MC വന്നിട്ടില്ല അല്ലേ? MC വരാത്തത് ഇന്റർവ്യൂവിന്റെ തിരക്കിലായതുകൊണ്ടാണ്. തൽക്കാലം ഇവിടെ എല്ലാ സ്റ്റാർസിനെ വെച്ച് നമ്മളിവിടെ അടിപൊളിയാക്കുകയാണ്. ആൻഡ് ഞങ്ങൾക്കൊരു ഡാൻസ് വേണം. പേളി മണി ഷോയിൽ പോയിട്ട് 2 പേരും കൂടെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ഉണ്ട്. ഞങ്ങൾ കണ്ടതാ. ഞങ്ങൾക്ക് അത് ഒന്നുകൂടെ ഇവിടെ കാണണം. ഇല്ലില്ല, മാളൂട്ടി മാത്രം പോരാ, നിങ്ങൾ 2 പേരും വരണം. യെസ്, മാളൂട്ടി കൂടെ വരും, കൂടെ ജോയിൻ ചെയ്യും. ഞാനും കൂടെ ചെയ്തോളാം, നിങ്ങളും ചെയ്യാം. ബൂമറാങ് ആണ് കേട്ടോ, തിരിച്ചു വന്നിട്ടുണ്ട്. സ്റ്റെപ്പ് കാണിച്ചു തരും മാളൂട്ടി. വായോ, 3 പേർ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. പാട്ടുണ്ട്, പാട്ടില്ലാതെ പാട്ട് പ്ലേക്ക് കൊടുക്കോ? കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരാം. സോങ് കേട്ടേ. നല്ലൊരു കൈയ്യടി കൊടുക്കാം. നമുക്ക് നമ്മുടെ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റില് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രൊഡക്ട്സിന് അപ് ടു 50% ആണ് ഓഫേഴ്സ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ നല്ല ബ്രാൻഡ്സിനും അപ് ടു 50% ഓഫറിൽ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രൊഡക്ട്സ് മേടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളും എല്ലാവരും വിസിറ്റ് ചെയ്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ പാർട്ടായിട്ട് നമുക്ക് ഒരു ടീഷർട്ട് ലോഞ്ചിലേക്കും കൂടെ മൂവ് ചെയ്യാണ്. സോ ടീഷർട്ട് ലോഞ്ചിന് വേണ്ടി ഓൾറെഡി നമ്മുടെ കൂടെ ആർട്ടിസ്റ്റ് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. ആൻഡ് നമ്മുടെ ലുലുവിന്റെ പാർട്ടിൽ നിന്നും ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് മിസ്റ്റർ സുധീഷ് ചെരയിൽ, GM Lulu Retail India. Please welcome, sir. And Mr. Joy Painedata Jossi, General Manager Hypermarket Kochi. Mr. Rafiq Abdul Karim, Central Buying Manager Health and Beauty. Mr. Rajiv R, Deputy General Manager Lulu Hypermarket Kochi. Mr. Santosh Kumar, Buying Manager Lulu Retail Kochi. Mall Manager Rakesh, Rajesh, and HR Manager Anu and Majid. എല്ലാവരും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് ജോയിൻ.
സുലു ബ്യൂട്ടി ഫെസ്റ്റ് 2024ന്റെ പാർട്ടായിട്ട് നമുക്കുള്ള ടീഷർട്ട് ലോഞ്ചിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ റെഡി? Lulu Beauty Fest 2024 powered by Fiame and Yardley London in association with Enchanter and Dermafic. Yes, അപ്പോൾ നമുക്ക് നവംബർ 28 മുതൽ ഡിസംബർ 8 വരെയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സിന് അപ് ടു 50% ഓഫ് വരുന്നത്. സോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു ചെറിയ കയ്യടിയൊക്കെ ആവാട്ടോ. Thank you so much. അപ്പോൾ ബേസൽ ആൻഡ് നസ്രിയ ഒരുപാട് നല്ല ഹിറ്റ് സിനിമകൾ സമ്മാനിക്കുന്ന ഒരാളാണ്. വീണ്ടും ഹിറ്റ് അടിച്ചു. ബേസലേട്ടാ എന്താ ഉദ്ദേശം? മൊത്തം ഹിറ്റ് മാത്രമാണല്ലോ തരുന്നത്. സൂപ്പർ ഹിറ്റ് പടങ്ങൾ മാത്രമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സന്തോഷത്തിനൊരു ചെറിയ മധുരമാവാം അല്ലേ? അപ്പോൾ എല്ലാ സന്തോഷത്തിനുമായിട്ട് നമ്മുടെ ഇല്ലില്ല ഉത്തരവില്ല, നമുക്ക് മധുരം മാത്രമാണ്. അപ്പോൾ നമുക്കൊരു ഇത്തിരി മധുരമാവാം. ഒരു കേക്ക് കട്ടിങ്ങിലേക്ക് മൂവ് ചെയ്യാണ്. സോ നമ്മുടെ ലുലു ബ്യൂട്ടി ഫെസ്റ്റ് 2024ൻ്റെയും അതോടൊപ്പം തന്നെ സൂക്ഷ്മദർശിനിക്കും വേണ്ടിയിട്ടുള്ള മധുരത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒരു ചെറിയ മ്യൂസിക് പ്ലേ ചെയ്യും. Thank you. So once again, നമ്മുടെ സൂക്ഷ്മദർശിനിയിൽ എല്ലാവരും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത് അവർ പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ബേസ്ലൈറ്റ് എവിടെ? പോകുന്നതിന് മുൻപ് നമ്മളടുത്ത് വീണ്ടും ഫ്യൂ വേർഡ്സിന് വേണ്ടി ജോയിൻ ചെയ്യാണ്. അപ്പം എല്ലാവർക്കും ഒന്നും കൂടെ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നിങ്ങളുടെ ഈ സപ്പോർട്ടും സ്നേഹവും കാരണമാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണാത്തവരെല്ലാം കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. താങ്ക് യു സോ മച്ച്. അപ്പൊ എൻ്റെ ടീമിന് ഒരിക്കൽ കൂടെ താങ്ക്സ് പറയാണ്. നമ്മുടെ ഒരു ബായിന് ചാറ്റ കൊടുക്കാട്ടോ എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. സിനിമ കാണാത്തവരൊക്കെ പോയി തീർച്ചയായിട്ടും പോയി കാണാം. കണ്ടവർക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി. എല്ലാവരും താങ്ക് യു. സോ നമ്മുടെ സൂക്ഷ്മദർശിനിക്ക് വേണ്ടിയിട്ട് ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ മീഡിയ, അതോടൊപ്പം തന്നെ ഇവിടെ ജോയിൻ ചെയ്ത എല്ലാ ഓഡിയൻസ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്.